ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ വിനീതമായ കുത്തുകൈ. ഇന്ന് അല്പസമയം നിങ്ങളുമായി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചിന്താവിഷയം സദൃശ്യവാക്യങ്ങൾ 1:7 യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്നുള്ളതാകുന്നു. ഇന്ന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. ഈ ലോകത്തെയും പ്രപഞ്ചത്തെയും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിലുള്ള ഭക്തി എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് സദൃശ്യവാക്യത്തിലൂടെ ശലോമോൻ പറയുന്നു. ലോകം അതിവേഗം ഉന്നതിയിലേക്ക് കുതിക്കുന്ന കാലഘട്ടമാണ് എന്ന് നാം അഭിമാനിക്കുന്നു. അതിന് നാം പറയുന്ന കാലമെന്ന് ശാസ്ത്രത്തിന്റെ അതിവേഗത്തിലുള്ള വളർച്ചയും സാമ്പത്തിക വളർച്ചയും മറ്റുമാണ്. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം പലപ്പോഴും നാം സൗകര്യപൂർവ്വം മറക്കുകയാണ്. മറ്റൊന്നുമല്ല, ഉന്നതിയിലേക്ക് കുതിക്കുന്ന കാലഘട്ടം എന്ന് നാം പറയുമ്പോഴും സമാധാനം അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അസമാധാനത്തിന്റെ അടിമത്തത്തിലേക്ക് നാം വീണുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സമാധാനമില്ലായ്മയുടെ കാരണം? സൃഷ്ടാവായ ദൈവത്തിലുള്ള ശക്തി അഥവാ യഹോവ ശക്തി ഇല്ലാത്ത മനുഷ്യൻ തന്റെ കഴിവിലും ശക്തിയിലും അഹങ്കരിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാകുന്നു. ആദ്യപുസ്തകം 11:7 നമുക്ക് ഇങ്ങനെ വായിക്കാം: ജനം അഹങ്കരിച്ച് ആകാശത്തോളം എത്തുന്ന കോട്ട പണിയുവാൻ ആഗ്രഹിച്ചു. എന്നാൽ യഹോവ അവരുടെ ഭാഷ കലക്കിക്കളയുകയും ഒരുവൻ പറയുന്നത് മറ്റൊരുവന് മനസ്സിലാക്കുവാൻ കഴിയാതെ ഗോപുരത്തിന്റെ നിർമ്മാണം നടത്തുവാൻ സാധിക്കാതെ തങ്ങളുടെ പ്രവർത്തനം പരാജയപ്പെടുന്നതും ബാബേൽ സംഭവത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുവെങ്കിലും മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്നും അകന്നുപോയി. പക്ഷെ ദൈവം മനുഷ്യനെ രക്ഷിക്കുവാനായി മനുഷ്യാവതാരം ചെയ്ത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വസിക്കുവാൻ ക്രിസ്തു നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ആ ദൈവം അഥവാ ക്രിസ്തു എന്നും ജീവിക്കുന്നു. ആ വിശ്വാസത്തിൽ നാം വളരണം. നമ്മുടെ ഈ ലോകയാത്രയിൽ ജ്ഞാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് യഹോവ ഭക്തിയിൽ ജീവിച്ച് അനുഗ്രഹമായി മാറുവാൻ നമുക്കൊരുങ്ങാം. അതിന് ഈ നോമ്പ് മുഖാന്തരമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.